ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ലോയുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്ത് വരികയാണ് അല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് 2 സെക്ഷൻസ് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. 2 സെക്ഷൻസ് വരുന്ന ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ജൂൺ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ, നമ്മൾ കഥ പോലെ പഠിച്ച് വെച്ചേക്കുന്ന 2 ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. സോ ഇതിൽ ക്വസ്റ്റ്യൻ വളരെ ചെറുതാണെങ്കിൽ 6 മാർക്കിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒരു വലിയൊരു കഥയുണ്ട്. അതെങ്ങനെ ഡീകോഡ് ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് എത്താം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. പി, ക്യു ആൻഡ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ പാർട്ണർഷിപ്പ് ഫേം അല്ലേ. നമ്മുടെ 3 ആൾക്കാരാണ്. പി ഉണ്ട്, ക്യു ഉണ്ട്, ആർ ഉണ്ട്. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പാർട്ട്നേഴ്സാണ്. ആർ റിട്ടേഴ്സ് ഫ്രം ദ ഫേം വിത്തൗട്ട് ഗിവിങ് പബ്ലിക് നോട്ടീസ്. നമുക്കറിയാം റിട്ടയർമെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, റിട്ടയർമെൻറ്റ് സമയമാകുമ്പോൾ പബ്ലിക് നോട്ടീസ് അയക്കണം എന്നുള്ള കാര്യം നമുക്ക് നല്ലപോലെ അറിയാം അല്ലേ. അപ്പോൾ ആർ എന്ത് ചെയ്തു, റിട്ടയർ ചെയ്തു. റിട്ടയർ ചെയ്തത് എങ്ങനെയാണ്, വിത്തൗട്ട് ഗിവിങ് നോട്ടീസ് ആണ് കേട്ടോ. വിത്തൗട്ട് ഗിവിങ് നോട്ടീസ് റിട്ടയർ ചെയ്തു. ഓക്കെ, പിന്നെന്താ, അത് കഴിഞ്ഞു, റിട്ടയർ ചെയ്തു, പുള്ളിക്കാരൻ നോട്ടീസ് അയച്ചിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. അടുത്ത കഥ. പി അപ്രോച്ച്ഡ് എസ് ആൻഡ് ഇലക്ട്രോണിക് അപ്ലയൻസ് ട്രേഡർ അല്ലേ. നമ്മുടെ പി ചെന്ന് ആരുടെ ചെല്ലുന്നത്, എസ് എന്ന് പറയുന്ന പുള്ളിക്കാരത്തിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. പുള്ളിക്കാരൻ ഒരു ഇലക്ട്രോണിക് അപ്ലയൻസ് ട്രേഡർ ആണ്. ഫോർ പർച്ചേസ് ഓഫ് 25 ഫാൻസ് ഫോർ ഹിസ് ഫേം. ഈ പറയുന്ന പാർട്ണർഷിപ്പ് ഫേമിന് വേണ്ടിയിട്ട് 25 ഫാൻ മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പി എങ്ങോട്ട് ചെല്ലുകയാണ്, എസിൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. പി ഇൻട്രൊഡ്യൂസ്ഡ് ഇ. അപ്പോൾ ഇവിടുന്ന് വേറൊരാൾ വരികയാണ്. ഇ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ വരികയാണ്. എന്ത് ചെയ്യുക, പി വന്നിട്ട് ഇനെ ആൻ എംപ്ലോയി ഓഫ് ദ ഫേം, ഫേമിലെ എംപ്ലോയി ആണ്, പാർട്ട്ണർ അല്ല. എംപ്ലോയി ആയിട്ടുള്ള ഇയെ എന്ത് ചെയ്യുക, ആൻ എംപ്ലോയി ഓഫ് ദ ഫേം ആസ് ഹിസ് പാർട്ട്ണർ ടു എസ്. എസിൻ്റെ അടുത്ത് പറയാണ് പി ഇ നമ്മുടെ ഒരു പാർട്ട്ണർ ആണെന്ന് പറയാം. ഇങ്ങനെ പറഞ്ഞിട്ടാണ് സാധനം മേടിക്കാൻ ചെല്ലുന്നത്. എസ് ബിലീവിങ് ഇ ആൻഡ് ആർ ആസ് പാർട്ട്നേഴ്സ് സപ്ലൈഡ് 25 ഫാൻസ് ടു ദ ഫേം ഓൺ ക്രെഡിറ്റ്. അതായത് നമ്മുടെ എസ് വിചാരിക്കുകയാണ് ആറും ഇയും പാർട്ട്നേഴ്സാണ്, ഫേമിൻ്റെ തന്നെ പാർട്ട്നേഴ്സാണ്. എന്നിട്ട് നമ്മുടെ എസ് ഇവർക്ക് 2 പേർക്കും ഈ പറഞ്ഞ 25 ഫാൻസ് സപ്ലൈ ചെയ്യാണ്. അതായത് 6 പാർട്ട്ണർ ആയിരുന്നെന്ന് അയാൾ വിചാരിക്കുന്നു. പാർട്ട്ണർ ആയിരുന്നല്ലോ, റിട്ടയർ ചെയ്തിട്ടില്ല, പബ്ലിക് നോട്ടീസ് റിട്ടയർ ചെയ്തു, പബ്ലിക് നോട്ടീസ് അയച്ചിട്ടില്ല. ആൻഡ് ഓൾസോ ഇനെ കൊണ്ടുപോയി നമ്മുടെ പി പറയുന്നത് ഇത് പാർട്ട്ണർ ആണെന്ന് പറഞ്ഞു. ആക്ച്വലി ഹി ഈസ് ആൻ എംപ്ലോയി. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഈ ഇത് ഡിനൈ ചെയ്യുന്ന കാര്യം, ഡിനൈ ചെയ്യുന്നു എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഹു ഇസ് ഹിം, ഹോൾഡിംഗ് ഔട്ട് അല്ലേ പാർട്ട്ണർ, ഹോൾഡിംഗ് ഔട്ട് പാർട്ട്ണർ അല്ലേ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഡിനൈ ചെയ്യാത്ത പക്ഷം ഹി ഈസ് ആൻ ഹോൾഡിംഗ് ഔട്ട് പാർട്ട്ണർ. സോ ഈ പറയുന്ന കഥയ്ക്കകത്ത് നമ്മുടെ എസ് വിചാരിച്ചേക്കുന്നത് ഇയും എസും പാർട്ട്നേഴ്സ് ആണെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഈ ഫോമിൻ്റെ തന്നെ പാർട്ട്നേഴ്സ് ആണ് പി, ക്യു, ആർ, എസ്. ഓക്കെ, ഇവരെല്ലാവരും പാർട്ട്നേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് ഈ ആറിനും എസിനുമാണ് 25 ഫാൻ എന്ത് ചെയ്യുന്നത്, സപ്ലൈ ചെയ്യുന്നത്. എനിവേ, എസ് ഡിഡ് നോട്ട് റിസീവ് ദ പേയ്മെൻറ്റ് ഫോർ ദ ഫാൻസ് ഈവൻ ആഫ്റ്റർ ദ എക്സ്പയറി ഓഫ് ദ ക്രെഡിറ്റ് പീരീഡ്. ഓക്കെ, ക്രെഡിറ്റിന് കൊടുക്കുന്നു, ഒരു ക്രെഡിറ്റ് പീരീഡ് കാണും. ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന് പൈസ കിട്ടിയിട്ടില്ല. Advice is from whom he can recover the payment as per the provisions of the Indian Partnership Act 1932. പുള്ളിക്കാരന് ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റും. ആക്ച്വലി ആറും ഇയും പറയുന്നത് പാർട്ട്നേഴ്സ് അല്ല, ആറും ഇയും പാർട്ട്നേഴ്സ് അല്ല. പുള്ളിക്കാരന് ആരുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന സാധനം മേടിക്കാൻ പറ്റും, പൈസ മേടിച്ചെടുക്കാൻ പറ്റും എന്ന് നമ്മൾ ഈ പാർട്ണർഷിപ്പ് ആക്ടിൻ്റെ ഇതിൽ വെച്ചിട്ട് പറയാം. ഇപ്പം ഇതിനകത്ത് പറയുന്ന 2 സെക്ഷൻ നമുക്കറിയാം. റിട്ടയർ ചെയ്ത ഈ പറയുന്ന റിട്ടയറിങ് പാർട്ട്ണറോ അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സോ ഇയാൾ റിട്ടയർ ചെയ്യുകയാണ് അല്ലെ ചെയ്തു എന്നുള്ള ഒരു പബ്ലിക് നോട്ടീസ് അയക്കണം. അത് ഏത് സെക്ഷനാണ്, സെക്ഷൻ 32 സബ് സെക്ഷൻ 2 പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്കറിയാം ഒരു പാർട്ട്ണർ എന്താ ഹോൾഡിംഗ് ഔട്ട് പാർട്ട്ണർ ആവുന്നത് എങ്ങനെയാണെന്ന്. ഒരു പാർട്ട്ണർ വന്നിട്ട് ഇന്നാൾ പാർട്ട്ണറാണെന്ന് പറയുന്നു, പുള്ളിക്കാരൻ അത് ഡിനൈ ചെയ്യുന്നില്ല, ആക്ച്വലി ഹീ ഈസ് നോട്ട് എൻ പാർട്ട്ണർ. അപ്പോൾ എന്താ, പുള്ളിക്കാരൻ ലയബിൾ ആയിരിക്കും. ഒരു നോർമൽ പാർട്ട്ണറിനെ കൂട്ടി തന്നെ പുള്ളിക്കാരനും എല്ലാ കാര്യത്തിനും ലയബിൾ ആയിരിക്കും. ഇത് ഏത് സെക്ഷനിലാണ് പറയുന്നത്, സെക്ഷൻ 22. ഈ 2 സെക്ഷനാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് മനസ്സിലാവുമല്ലോ, കാര്യം നമുക്കറിയാം ഈ ഒരു പാർട്ട്ണർ അല്ല,
പുള്ളിക്കാരൻ ഒരു എംപ്ലോയി ആണ് ആൻഡ് പാർട്ട്ണർ ആണെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഡിനൈ ചെയ്യുന്നില്ല. ഡിനൈ ചെയ്യാത്ത പക്ഷം പുള്ളിക്കാരൻ ലയബിൾ ആയിരിക്കും. എന്ത് കാര്യത്തിനായാലും ബാക്കി പാർട്ട്നേഴ്സിൻ്റെ കൂട്ട് തന്നെ പുള്ളിക്കാരൻ ലയബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ 2 സെക്ഷൻ ഇതിനകത്ത് നിന്ന് എടുത്താൽ കണ്ടില്ലേ, നമുക്ക് ഓർമ്മ വന്നില്ലേ? ഓക്കെ, 2 സെക്ഷൻ നമ്മൾ എടുത്തു. അത് ഏത് സെക്ഷൻ വരും, പിന്നെ ആൻസർ എന്താണ് എത്തുന്നതെന്ന് നമുക്കറിയാം. സോ നമുക്കിത് എങ്ങനെ ഡീകോഡ് ചെയ്ത് എഴുതി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കിത് ആൻസറിലോട്ട് എത്തിച്ച് നമുക്ക് ഈ പേപ്പറിൽ ഇത് എങ്ങനെ എഴുതി പിടിപ്പിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് കഥ. മനസ്സിലായല്ലോ? സോ നമുക്കറിയാം നമ്മൾ ആൻസർ ഇത്രയും നാൾ നമ്മൾ എല്ലാത്തിൻ്റെയും ആൻസേഴ്സ് എഴുതി പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമായിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ്. പ്രൊവിഷൻ എഴുതണം, ദെൻ അനാലിസിസ് എഴുതണം, ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് വിൽ ബി ദ കൺക്ലൂഷൻ. ഓക്കെ, നമുക്ക് എല്ലാ ആൻസറും ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ നമ്പരും ക്വസ്റ്റ്യനിൽ ഏത് സെക്ഷനാണെന്നൊക്കെ എഴുതണേ. അത് നമുക്ക് ആദ്യം പ്രൊവിഷൻ എഴുതാം. പ്രൊവിഷൻ. ഓക്കെ, ഏതാണ് ഫസ്റ്റ് നമുക്ക് റിട്ടയറിംഗ് പാർട്ട്ണറിൻ്റെ പ്രൊവിഷൻ തന്നെ എഴുതാം. അക്കോർഡിംഗ് ടു ദി, നമുക്കറിയാലോ പ്രൊവിഷൻ എഴുതുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് വിൽ ബി അക്കോർഡിംഗ് ടു ദി സെക്ഷൻ ഡാഷ് ഓഫ് ഡാഷ്. അതറിയില്ലെങ്കിൽ എന്താ എഴുതേണ്ടത്? അക്കോർഡിംഗ് ടു ദി റെലവൻറ്റ് സെക്ഷൻ ഓഫ് ദിസ് ആക്ട് എന്ന് പറഞ്ഞ് എഴുതാം. അക്കോർഡിംഗ് ടു ദി സെക്ഷൻ 32 subsection 2 of Indian Partnership Act 1932, retiring partners along with the continuing will be liable for any act of the firm after his retirement until എന്ത് എപ്പോൾ വരെയാണ്? പബ്ലിക് notice is given by the retiring partner or other partners. നമുക്കറിയാലോ, ഇതാണ് നമ്മുടെ സെക്ഷനിൽ പറയുന്നത്. സെക്ഷൻ 32 സബ്സെക്ഷൻ 2 പറയുന്ന മെയിൻ തിങ് ഇതാണ്. റിട്ടയറിംഗ് പാർട്ട്ണറോ അതേപോലെ മറ്റേ പാർട്ട്നേഴ്സും ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഫേം എന്ത് സംഭവം ചെയ്താലും അതിൽ ലയബിൾ ആയിരിക്കും. എന്ത് പരിപാടി ചെയ്താലും എല്ലാത്തിലും ലയബിൾ ആയിരിക്കും അണ്ടിൽ എ പബ്ലിക് നോട്ടീസ് ഈസ് പബ്ലിഷ്ഡ്. ഒന്നെങ്കിൽ റിട്ടയറിംഗ് പാർട്ട്ണർ ചെയ്യണം, അല്ലെങ്കിൽ ബാക്കി പാർട്ട്നേഴ്സ് ചെയ്യണം. ഇങ്ങനെയുള്ള റിട്ടയർ ആയി പോയെന്നുള്ള പബ്ലിക് നോട്ടീസ് അയക്കുന്നിടം വരെ എന്ത് കാര്യത്തിലും പുള്ളിക്കാരൻ ലയബിൾ ആയിരിക്കും നമുക്കറിയാം. ആ സെക്ഷൻ നമ്മൾ എഴുതി. അടുത്ത ഏത് സെക്ഷനാണ് നമ്മൾ പറയുന്നത്? അക്കോർഡിംഗ് ടു ദി സെക്ഷൻ 28 of Indian Partnership Act 1932, when a person hold himself out as a partner or allow others to do it will be held liable like a partner of that firm to anyone who, on faith of that representation, given credit to the firm. മനസ്സിലായില്ലേ? സെക്ഷൻ 28 അനുസരിച്ച്
ഇപ്പോൾ ഒരു പാർട്ട്ണർ പുള്ളിക്കാരൻ തന്നെ പറയുകയാണ്, പാർട്ട്ണറല്ല ഒരാൾ പുള്ളിക്കാരൻ തന്നെ പറയുകയാണ് ഞാൻ പാർട്ട്ണറാണെന്ന്, അല്ലെങ്കിൽ വേറൊരാൾ പറയുന്നു പുള്ളിക്കാരൻ പാർട്ട്ണറാണെന്ന്. ഇതിൽ വേറൊരാൾ ഇയാൾക്ക് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്, ഫേമിനായിട്ട് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ലയബിൾ ആവും. ഇതാണ് ഹോൾഡിംഗ് ഔട്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 സെക്ഷൻസും നമ്മൾ കറക്റ്റായിട്ട് പ്രൊവിഷനിൽ എഴുതിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ കഥയിൽ ഓടുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് കഥയിലെ കാര്യങ്ങൾ അതേപോലെ എഴുതിയെടുക്കണ്ടേ 1 മാർക്കിന് വേണ്ടിയിട്ട് അല്ലേ? നിങ്ങളിത് നമുക്കറിയാം ഇത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. പ്രൊവിഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും 3 മാർക്ക് ഇപ്പോൾ വീണിട്ടുണ്ടായിരിക്കും. ആൻഡ് നമ്മൾ അനാലിസിസിലോട്ട് ചെല്ലുമ്പം കഥ എന്താണോ അത് അതുപോലെ നമുക്ക് എഴുതാം. ഓക്കെ, നമുക്കറിയാലോ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ഇൻ ദ ഗിവൺ കേസ്. ദ ഗിവൺ കേസ് എന്താണ് കേസിൽ നടക്കുന്നത്? ആർ ഹാസ് നോട്ട് ഗിവൺ ദി പബ്ലിക് notice of his retirement and he has not denied the fact that he is not a partner, and P introduced him as partner to S. അല്ലേ? ഇത് രണ്ടും നടന്നു. S in good faith given credit to the firm and supplied 25 fan to ആർക്കൊക്കെയാ? R and E, considering them as partners. അല്ലേ? ഇതെല്ലാം നടക്കുന്നത്, ഇതാണ് ഹോൾ സ്റ്റോറി ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ക്വസ്റ്റ്യൻ. 6 പാർട്ട്ണറായിരുന്നു, റിട്ടയർ ചെയ്തു, റിട്ടയർമെൻറ്റിന് നോട്ടീസ് ഇട്ടില്ല. ഈ പാർട്ട്ണർ എന്ന് പറയുന്ന പുള്ളിക്കാരൻ പാർട്ട്ണർ എന്ന് പി പറയുമ്പം അത് ഡിനൈ ചെയ്യുന്നില്ല. എസ് ഇവർ രണ്ടുപേരും പാർട്ട്ണറാന്ന് പറഞ്ഞിട്ട് 25 കസേര അല്ല ഫാൻ അവർക്ക് സപ്ലൈ ചെയ്യുന്നു, നമ്മുടെ ഈ പറയുന്ന 2 പേർക്കും സപ്ലൈ ചെയ്യുന്നു. അപ്പം എസിന് പൈസ കിട്ടുന്നില്ല. അത് നമുക്ക് എഴുതണമല്ലോ. S didn't got the money after the credit period. ഓക്കെ, ഇനി നമുക്ക് കൺക്ലൂഷൻ എഴുതാം. കൺക്ലൂഷനിൽ എന്താണെന്ന് നമുക്കറിയാം. അക്കോർഡിംഗ് ടു ദ ഗിവൺ പ്രൊവിഷൻ നമ്മളെല്ലാം എഴുതി. ഇനി നമുക്ക് ഇതേന്ന് ഒന്നേം കൂടെ എഴുതിക്കൊണ്ട് വരേണ്ട കാര്യമില്ല. ജസ്റ്റ് എന്താണെന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, according to the given provision, Mr. R and Mr. E are liable as partners they have to pay money to us along with other partners. അല്ലേ? ആരാ? പിയുടെയും ക്യൂവിൻ്റെയും കൂടെ ഇവരും പൈസ കൊടുക്കണം അല്ലേ? ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ. എത്ര പെട്ടെന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ എഴുതി തീർത്തത് അല്ലേ?
ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മൾ കറക്റ്റ് ആ സ്റ്റോറിയൊക്കെ അതേപോലെ വായിച്ച് നമുക്ക് പെട്ടെന്ന് വായിച്ച് ഡീകോഡ് ചെയ്തിട്ട് എടുത്ത് എഴുതാൻ പറ്റിയ ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. പക്ഷേ 6 മാർക്ക് നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന്. ഇതേപോലെ കറക്റ്റായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാർക്കും കിട്ടും. കറക്റ്റ് പ്രൊവിഷൻ എഴുതുക, അനാലിസിസിൽ എന്താണ് ക്വസ്റ്റ്യൻ നടക്കുന്നതെന്ന് കറക്റ്റ് എഴുതുക, ആൻഡ് കൺക്ലൂഷനിൽ എത്തുക. കൺക്ലൂഷനിൽ വളരെ വ്യക്തമായിട്ട് എന്താണോ അവർക്ക് ആൻസർ വേണ്ടത് അത് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് വരും, അതെല്ലാം ഇതേപോലെ ഡീകോഡ് ചെയ്തെടുത്ത് പ്രാക്ടീസ് ചെയ്ത് പോവുക. എക്സാംസൊക്കെ അടുത്തടുത്ത് വരിക. സോ ഇനി നിങ്ങൾ കൺക്ലൂഷൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തായാലും 2 മാർക്കും കിട്ടും. ഇനി ICA പ്രൊവൈഡ് ചെയ്ത ആൻസർ നോക്കാം. ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. ഓക്കെ, കേട്ടോ. ഓക്കെ, അപ്പം ഇതേപോലെ ക്വസ്റ്റ്യൻസൊക്കെ എപ്പോഴും എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും MTPസും RTPസും ഒക്കെ വർക്കൗട്ട് ചെയ്തിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.